22ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 22ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ പാലസ്തീൻ വാസ് അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് യുനെസ്കോ? യുനെസ്കോ മെമ്പറായിട്ട് പാലസ്തീനെ അഡ്മിറ്റ് ചെയ്ത വർഷം ഏതാണ്? യുനെസ്കോയിലെ മെമ്പറായിട്ട് പാലസ്തീനെ അഡ്മിറ്റ് ചെയ്ത വർഷം ബി ആണ് ഉത്തരം. 2011. 2011ലാണ് അഡ്മിറ്റ് ചെയ്തത്. 23ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഗ്രാംഷി, വിച്ച് among the following are the basis of state power? സ്റ്റേറ്റ് പവറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് പവറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഗ്രാംഷി പറയുന്നത് ബിലീഫ്, കൺസെൻസസ്, എഗ്രിമെന്റ് ആൻഡ് ഗവൺമെന്റ്. ഇതിനകത്ത് ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് 1, 2, 3. ബിലീഫ്, കൺസെൻസസ്, എഗ്രിമെന്റ്, ഗവൺമെന്റ് ഒഴിച്ച് ബാക്കിയൊക്കെ. അതാണ് ഗ്രാംഷിയുടെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ പിന്നെ നമുക്ക് 24ാമത്തെ ചോദ്യം. വാട്ട് അക്കോർഡിംഗ് ടു കാർൽ മാർക്സ് ഈസ് ദ എൻഡ് പോയിന്റ് ഓഫ് സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ? സോഷ്യലിസ്റ്റ് റെവല്യൂഷന്റെ അവസാനമായിട്ട് കാർൽ മാർക്സ് കാണുന്നത് എന്താണ്? 24ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ്. വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ്. വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഉത്തരം വരുന്നത്. വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ്. വിതറിങ് അവേ ഓഫ് സ്റ്റേറ്റ്. 25. വിച്ച് among the following is a major theme of Plato's Republic? 25ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഡി ആണ്. ജസ്റ്റിസ് ആണ് ഉത്തരം വരുന്നത്. വിച്ച് among the following is a major theme of Plato Republic? പ്ലേറ്റോ റിപ്പബ്ലിക്കിന്റെ പ്രധാന തീം ജസ്റ്റിസ് ആണ്. 26. വിച്ച് among the following considered as one of the intellectual godfathers of neoliberal capitalism? Which among the following considered as one of the intellectual godfathers of neoliberal capitalismന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ബൗദ്ധിക തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ആരെയാണ്? 26ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. എഫ് എ ഹെയ്ക്ക്. അത് നോക്കി വെക്കണം കേട്ടോ. എഫ് എ ഹെയ്ക്ക് ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്. നിയോ ലിബറൽ ക്യാപിറ്റലിസ്റ്റിന്റെ തലതൊട്ടപ്പൻ ആരാണ്? എഫ് എ എച്ച് എ വൈ ഇ കെ. ഹെയ്ക്ക്. എഫ് എ ഹെയ്ക്ക്. 27. ഹൗ മെനി നേഷൻസ് സൈൻഡ് ഏഷ്യൻ അഗ്രിമെന്റ് ഡിക്ലറേഷൻ 1967? 1967 ഏഷ്യാൻ ഡിക്ലറേഷൻ എത്ര സ്റ്റേറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. 27ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് 5 സ്റ്റേറ്റുകളാണ് സൈൻ ചെയ്തിട്ടുള്ളത്. 28. വിച്ച് among the following case is not related to public interest litigation? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെടാത്ത ഒന്ന് ഏതാണ്? 28ാമത്തെ ചോദ്യം. അതൊരു കേസ് കൊടുത്തതാണ്. പൊതു താല്പര്യ ഹർജിയായിട്ടല്ലാതെ കൊടുത്തത് ഏതാണെന്നാണ്. 28 സി ആണ് ഉത്തരം വരുന്നത്. കാദ്ര പഹായ അതേഴ്സ് വേഴ്സസ് വിഹർഗോസ്. അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് വരാൻ കഴിയില്ല. യൂണിയൻ ഓഫ് ഇന്ത്യ ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഒക്കെയാണ്. എല്ലാം ഇത് സ്വകാര്യ വ്യക്തി കൊടുത്ത കേസായിരിക്കും. ബാക്കിയൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 9. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഈസ്? ഗവൺമെന്റിന്റെ ഏറ്റവും മോശമായ രൂപം 29 എ ആണ്. ഡെമോക്രസി. ഗവൺമെന്റിന്റെ ഏറ്റവും മോശമായ രൂപം എന്ന് പറയുന്നത് ഡെമോക്രസി എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. 29ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. അരിസ്റ്റോട്ടിൽ ഡെമോക്രസിയിലെ ഉത്തരവ് തന്നെയല്ലേ? നോക്കട്ടെ. അതെ. 30ാമത്തെ ചോദ്യം. ഹു among the following is associated with the theory of circulation of elite? എലൈറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടാണ്. അത് CW റൈറ്റ് മില്ലും വിൽഫ്രെഡോ പരേറ്റോ എലൈറ്റ് തിയറിയുടെ ആൾക്കാരാണെന്ന് നമുക്കറിയാം. എന്നാൽ ഉത്തരം വരുന്നത് 30ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്. വിൽഫ്രെഡോ പാരറ്റോ എലൈറ്റിനകത്ത് വരുന്നതാണ്. അതായത് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളാണ് വിൽഫ്രെഡോ പാരറ്റോ. 31. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് സബ്ജക്ട് ടു ദ ഡീറ്റെയിൽഡ് അഡൽട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? നോട്ട് സബ്ജക്ട്. അതായത് CAGയുടെ ഓഡിറ്റിൽ വരാത്തതാണ്. ഏതൊക്കെയാണെന്നാണ്? ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓൾ സിവിൽ എക്സ്പെൻഡിച്ചർ, ഓൾ പബ്ലിക് കോർപ്പറേഷൻസ്, ഓൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. ഡിഫൻസ് ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അത് 4 വരാൻ സാധ്യതയില്ല. അപ്പം 4 രണ്ടെണ്ണം നോക്കട്ടെ. 31ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. അതായത് ഓൾ കോർപ്പറേറ്റീവ് സൊസൈറ്റീസും ഓൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചറും CAGയുടെ വിശദമായ ഓഡിറ്റിന് വിധേയമാവാറില്ല. ഓഡിറ്റ് ഇല്ല എന്നല്ല, വിശദമായ ഓഡിറ്റിന് വിധേയമാകാറില്ല. 32. ഹു among the following is known as the father of cooperative public administration? ആരാണ് ഉത്തരം? 32ാമത് ചോദ്യത്തിന് വരുന്നത് ഫ്രെഡ് ട്രിഗ്സ്. ഓക്കെ, അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നോക്കാം.